നമസ്കാരം, ട്രൂത്ത് വിഷൻ ന്യൂസിലേക്ക് സ്വാഗതം. കേരളം ഗ്രാമപഞ്ചായത്തിലെ പുതിയ ഭരണസമിതിയുടെ വരും വർഷങ്ങളിൽ നടപ്പിലാക്കാൻ പോകുന്ന സമഗ്ര വികസന പദ്ധതികളിൽ ഉൾപ്പെടുന്ന ഒന്നാണ് കേളകം പ്രാഥമിക ആരോഗ്യ കേന്ദ്രം. ഇവിടെ ഏകദേശം 5 ലക്ഷം രൂപയോടെ വികസന പ്രവർത്തനങ്ങൾ നടപ്പിലാക്കുവാനാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. ഹോസ്പിറ്റലില് വയറിങ് മുഴുവൻ അപകടകരമായ അവസ്ഥയിലാണ്. അവിടെ മഴക്കാലമായാൽ എർത്തുണ്ടായിട്ട് ഷോക്ക് അടിക്കുന്ന ഒരു സ്ഥിതിവിശേഷം നിലവിലുണ്ട്. 2,50,000 രൂപയാണ് അവിടെ വയറിങ്ങിന് വേണ്ടി ആകെ വകയിരുത്തിയിരിക്കുന്നത്. അപ്പോൾ കേരളത്ത് നല്ല വൈറൽ പനിയൊക്കെ വരുന്ന സീസണിൽ അല്ലെങ്കിൽ പകർച്ചവ്യാധികളുടെ സീസണിൽ ഒരുപാട് രോഗികൾ വിവിധങ്ങളായ സ്ഥലങ്ങളിൽ നിന്നുകൂടി വരുന്ന ഒരു ഹോസ്പിറ്റലാണ് കേരളത്തെ PHC എന്ന് പറയുന്നത്. അപ്പം ഞങ്ങൾ അവിടെ ഇന്നലെ PWDയുടെ ഇലക്ട്രിക്കൽ എഞ്ചിനീയറെ കൂട്ടി അവിടെ പോയി അതിൻ്റെ എസ്റ്റിമേറ്റ് എടുക്കാൻ ചെല്ലുമ്പോൾ എങ്ങനെ പോയാലും ഒരു 5 ലക്ഷം രൂപ ഉണ്ടെങ്കിൽ അതിൻ്റെ ശരിയായ രീതിയിലുള്ള വയറിങ് നടത്താൻ വേണ്ടി സാധിക്കത്തുള്ളൂ. അപ്പം അത് പരിഹരിക്കാൻ ആവശ്യമായ ഫണ്ട് ഞങ്ങൾ കണ്ടെത്തി ബോർഡിന്റെ തീരുമാനമെടുത്ത് ജനങ്ങൾ ആശ്രയിക്കുന്ന ആശുപത്രി, ജനങ്ങൾക്ക് ഏറ്റവും നല്ല രീതിയിൽ ഉപയോഗിക്കാൻ പറ്റുന്ന വയറിംഗ് സംവിധാനത്തിലേക്ക് ഞങ്ങൾ അതിനെ കൊണ്ടുവരും. അതിനോട് ചേർന്നൊരു ബിൽഡിംഗ് കിടക്കുന്നുണ്ട്. ആ ബിൽഡിംഗ് ഒരു എന്താ പറയണ്ടേ, ഒരു പകുതി പണി ചെയ്ത് ഇട്ടിട്ട് പോയ ഒരു അവസ്ഥയിലാണുള്ളത്. NRHMന്റെ ഫണ്ടാണെന്നാണ് ഞങ്ങൾക്കത് മനസ്സിലാക്കാൻ വേണ്ടി സാധിച്ചിട്ടുള്ളത്. എന്നാൽ അതിന്റെ പുറകെ നിരന്തരമായ ഒരു ഇടപെടൽ നടത്തി എന്താണോ അതിന്റെ പ്രശ്നം, ആ പ്രശ്നം ഒന്ന് പരിഹരിച്ച് ആ ബിൽഡിങ്ങിന്റെ ഒരു പണി പൂർത്തീകരിക്കാൻ ആവശ്യമായ ഒരു ഇടപെടൽ നടന്നിട്ടില്ല എന്നുള്ളതാണ്. ഞങ്ങൾ ആദ്യം അതിനെക്കുറിച്ച് പഠിച്ചപ്പോൾ മനസ്സിലാക്കാൻ സാധിച്ചത്, അത്രയും പണിയെടുത്ത ഒരു കരാറുകാരൻ അത് ഒഴിവാക്കിപ്പോയി. അയാൾക്കത് ലാഭകരമല്ല എന്ന് പറഞ്ഞിട്ട് അയാൾ അത് ഒഴിവാക്കി പോകുന്ന ഒരു സ്ഥിതി ഉണ്ടായി. രണ്ടാമത് ടെൻഡർ ചെയ്യാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടായില്ല. ഞങ്ങൾ അതിന്റെ പുറകെ തന്നെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അടിസ്ഥാന വർഗത്തിന് ആവശ്യമായ സൗകര്യങ്ങൾ ഒരുക്കേണ്ട മേഖലകളിൽ ഒരു ഭരണ സംവിധാനത്തിന്റെ ശരിയായ രീതിയിലുള്ള ഇടപെടലുകൾ കഴിഞ്ഞ 10 വർഷക്കാലം നടന്നിട്ടില്ല. ഞങ്ങൾക്ക് വളരെ ആർജവത്തോടെ പറയാൻ വേണ്ടി സാധിക്കും, ആ മേഖലകളിലെല്ലാം ഇവിടുത്തെ സാധാരണക്കാരന്റെ പ്രശ്നങ്ങളിൽ ഇടപെടാൻ ഞങ്ങൾ ഉണ്ടാവും. ഈ കാണുന്നത് ഫാമിലി ഹെൽത്ത് സെന്ററിനായി പണി തുടങ്ങി കരാറുകാരൻ പാതി വഴിയിൽ ഉപേക്ഷിച്ചു പോയ കെട്ടിടമാണ്. വരും വർഷങ്ങളിൽ പുതിയ ഭരണസമിതിക്ക് മലയോര മേഖലയിലെ ജനങ്ങൾക്കായി ഒരു ഫാമിലി ഹെൽത്ത് സെന്റർ എന്ന സ്വപ്ന പദ്ധതി കൂടി തുറന്നു നൽകാൻ സാധിക്കട്ടെ എന്നാണ് ഇവിടുത്തെ ജനങ്ങളുടെ ആവശ്യം. അശ്വതി കൊട്ടിയൂരിനോടൊപ്പം അക്ഷര, ട്രൂത്ത് വിഷൻ ന്യൂസ്, കേളകം.